ടു ഇസഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു അളവിനാണ് ഞാൻ മടക്കിയെടുക്കുന്നത്. എല്ലാ പീസുകളും ഒരേ അളവായിട്ടിരിക്കാൻ തന്നെ നോക്കണം. ഇനി ഇതേപോലെ ഒരു പേന ഉപയോഗിച്ച് നമുക്കിത് ചുരുട്ടിയെടുക്കാം. ഇതേപോലെ നല്ല ടൈറ്റായിട്ട് പിടിച്ച് വേണം ചുരുട്ടാൻ. ഇനി നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ഇതേപോലെ നാക്കുവാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. പശയും നല്ലപോലെ കിട്ടും പെട്ടെന്ന് തന്നെ. ഈ ഒരു പരുവത്തിന് കിട്ടും. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുറ്റിയെടുക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പീസാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഈ ഒരു ഷേപ്പിലേക്ക് 2 കാർഡ്ബോർഡിനകത്താണ് ഞാൻ വരച്ചേക്കുന്നത്. അതിൻ്റെ അളവുകളെല്ലാം കാണിച്ചിട്ടുണ്ട് ഞാൻ. ആദ്യം അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് മുതൽ നമുക്ക് ഒട്ടിച്ച് തുടങ്ങാം. ആദ്യം നല്ലപോലെ പശ തേച്ച് കൊടുക്കാം. $19.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. നമ്മൾ ഉണ്ടാക്കിയ ആ വീടിൻ്റെ രൂപത്തിനേക്കാട്ടിലും 1 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ്. ഇത് ഇങ്ങനെ തന്നെ വെക്കണം. ഒന്ന് കയറ്റിയും ഒന്ന് ഇറക്കിയും വേണം വെക്കാൻ. ഈ ഒരു പീസിലും നമുക്ക് നല്ലപോലെ പശ തേച്ച് കൊടുക്കാം. ഈ ഒരു പീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ആദ്യത്തെ പീസ് 10.5 സെൻറ്റിമീറ്റർ. അടുത്ത പീസ് 12.5 സെൻറ്റിമീറ്ററാണ്. വീണ്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാം. ഇവിടെ വരെ. ഇനിയുള്ള പീസ് 3 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം വരെ നമുക്ക് 3 സെൻറ്റിമീറ്ററിൻ്റെ പീസ് വെക്കാം. ഇനി വെക്കാൻ പോകുന്നത് 4 സെൻറ്റിമീറ്ററിൻ്റെ പീസാണ്. ഈ പീസ് 2.5 സെൻറ്റിമീറ്ററാണ്. ഇതും അതേപോലെ തന്നെ വെച്ച് പോകാം. ഈ സൈഡും അത് അങ്ങനെ തന്നെയാണ്. 4 സെൻറ്റിമീറ്ററും 2.5 സെൻറ്റിമീറ്ററും ഇതേ രീതിയിൽ തന്നെ വെക്കണം. ഇനി മേലോട്ടുള്ള വലിയ പീസ് 19.5 സെൻറ്റിമീറ്ററിൻ്റെ പീസ് ഇവിടെ വരെ. ബാക്കിയുള്ളത് നമുക്ക് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വെച്ചാൽ മതി. നമ്മൾ ഫ്രണ്ടും ബാക്ക് സൈഡും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റാം. ഇതേപോലെ ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ നമുക്കത് കട്ട് ചെയ്യണം. ഈ സൈഡ് അതിരിക്കുന്ന ഭാഗം നമുക്കിതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങിയിരിക്കും. ഇതേപോലെയാണ് നമുക്കത് ജോയിൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ കറക്റ്റ് അളവാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇനി അടുത്തൊരു പീസും കൂടെ നമുക്ക് എടുക്കാം. ഇതെൻ്റെ സൈഡിലത്തെ പീസാണ്. കട്ട് ചെയ്യാം. ഇനി നമുക്ക് പശ നല്ലപോലെ തേച്ച് കൊടുക്കാം. 16.5 സെൻറ്റിമീറ്റർ നീളമാണ് ഇപ്പോൾ എടുക്കുന്ന കമ്പിൻ്റെ. ഇവിടെ വരെ. ഇനി എടുക്കുന്ന പീസ് ഇത് 6.5 സെൻറ്റിമീറ്റർ. ഈ ഒരു പീസ് 5 സെൻറ്റിമീറ്റർ. ഇതിങ്ങനെ തന്നെ മോളി വരെ നമുക്ക് പോകാം. ഇവിടെ മുതൽ 16.5 സെൻറ്റിമീറ്ററിൻ്റെ പീസാണ് വെക്കുന്നത്. നമ്മൾ അതേപോലത്തെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്കത് മാറ്റാം. ഇത് ടോപ്പിലത്തെ പീസാണ്, മുകൾ ഭാഗത്തെ പീസ്. ഇത് നല്ലപോലെ പശ തേച്ച് കൊടുക്കാം. 15 സെൻറ്റിമീറ്റർ നീളമാണ് ഈ കമ്പിൻ്റെ.
നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അതിനേക്കാൾ അധികത്തിലൊരു സെൻറ്റിമീറ്റർ ഇട്ടാണ് എടുക്കുന്നത്. 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇതേപോലെ തള്ളിയിട്ട് തന്നെ വെക്കണം കറക്റ്റായിട്ട്. അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ 2 പീസ് നമുക്കിപ്പോൾ എന്തായാലും ആവശ്യമില്ല. ഇത് ടോപ്പിലേക്കുള്ള പീസാണ്. ബാക്കി എല്ലാ പീസും നമുക്കിപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഇതേപോലെ ഇതൊക്കെ പ്രസ് ചെയ്ത് ഇതേപോലെ ആക്കുക. ഇനി ബാക്കിയുള്ള പീസും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതിന് അതിൻ്റെ അകഭാഗം മുതൽ നമുക്കിനി ഒട്ടിച്ച് വരാം. ഇതേപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ അടിഭാഗത്തും കൂടെ ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇനി ആ ടോപ്പ് ഭാഗം രണ്ടും കൂടെ ഇതേപോലെ ഒന്നാക്കി എടുക്കാം. ഇതേപോലെ ഇനി അത് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. ഇതേപോലെ ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ കുറച്ച് ഇത് നമുക്കൊരു ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇനി അതിൻ്റെ അതേ നീളത്തിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് മാത്രം ഞാൻ കുറച്ച് ചെറുതാക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഇതേപോലെ ഒരു ചെറിയൊരു പീസും കൂടെ ഇതേപോലെ കയറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ കയറ്റി വെച്ച ആ ചെറിയ പീസാണ് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുന്നത്. ഇതാ ഒരു ചെറിയ പീസ്. നമ്മുടെ ഡോറ് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതേപോലത്തെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് തന്നെ നമുക്ക് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇനി ബാക്കിയുള്ള പീസ് നമുക്കതിൽ ചെയ്തെടുക്കാം. ഇതേപോലത്തെ കുറച്ച് പീസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ടിലും കൂടെ ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും കാര്യം വിട്ടുപോവുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.